അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഖുർആൻ പഠനത്തിൻ്റെ ഒരൾപ്പൊഴി 30 ദിവസം കൊണ്ട് ഖുർആനിലെ 33% പദങ്ങളും പഠിക്കാവുന്ന ഷോർട്ട് ടൈം കോഴ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6 പദങ്ങൾ. ഈ 6 പദങ്ങൾ ഖുർആനിൽ 4.25 പേജ് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. 6 പദങ്ങൾ നിങ്ങൾക്കൊരു പക്ഷേ അറിയാമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, 0 മുതൽ തുടങ്ങി അതിൻ്റെ മുകളിൽ പഠിച്ച് പഠനം പുരോഗമിപ്പിക്കുവാൻ സന്നദ്ധമായാൽ ഏത് സംഗതിയും നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ പഠിക്കാൻ പോകുന്ന 6 പദങ്ങൾ: 1 മുസ്ലിം. അർത്ഥം പറയണ്ടല്ലോ, പക്ഷേ അർത്ഥം പറയണം. അതിൻ്റെ ഒരർത്ഥമുണ്ട്. മുസ്ലിം എന്ന് പറഞ്ഞാൽ അനുസരണയുള്ളവൻ, ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ്, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് മുസ്ലിം എന്ന് പറയുന്നത്. പക്ഷേ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെട്ട ഒരു വ്യക്തിക്കും മുസ്ലിം എന്ന് നമുക്ക് പറയാം. മുസ്ലിമുൻ. അപ്പോൾ ഈ വിശ്വാസം അടിസ്ഥാനമാക്കി ജീവിക്കുന്ന ആൾക്ക് മുഅ്മിനുൻ എന്നും പറയും. വിശ്വാസി എന്ന അർത്ഥത്തിൽ. മുഅ്മിനുൻ, വിശ്വാസി, സത്യവിശ്വാസി എന്നൊക്കെ പറയാം. മുഅ്മിനുൻ. ഇങ്ങനെയുള്ള നല്ല ആൾക്കാരെ പറയുന്ന പേരാണ് സ്വാലിഹ്. മുസ്ലിമും മുഅ്മിനും ആയിട്ടുള്ള നല്ല ആൾക്കാരെ പറയുന്നതിന് സ്വാലിഹ് എന്ന് പറയും. സ്വാലിഹ് എന്ന് പറഞ്ഞാൽ സച്ചരിതൻ എന്നൊക്കെ നമ്മൾ സാഹിതീയമായ ഭാഷയിൽ പറയും. സ്വാലിഹ്, സച്ചരിതൻ. പക്ഷേ സാലിഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൂടി നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. സാലിഹ് എന്ന് പറഞ്ഞാൽ നല്ലത് എന്നാണ്. അപ്പോൾ ഒരു വ്യക്തി നല്ല ആളാണെങ്കിൽ നല്ല വ്യക്തി, സ്വാലിഹായ മനുഷ്യനെന്ന് പറയും. സ്വാലിഹ്, നല്ലത്. അപ്പോൾ സാലിഹ് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ സാലിഹ് എന്ന് ഉപയോഗിച്ചിരിക്കുന്ന അധികവും നല്ല വ്യക്തികളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് സച്ചരിതൻ എന്ന് അല്ലെങ്കിൽ സൽക്കർമ്മി എന്നൊക്കെ നമ്മൾ പരിഭാഷപ്പെടുത്തുന്നത്. സാലിഹ്. അപ്പോൾ നല്ല മനുഷ്യന്മാരെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള 3 വാക്ക് നമ്മൾ പഠിച്ചു: മുഅ്മിനുൻ, മുസ്ലിമുൻ, സ്വാലിഹുൻ. ഇനി അടുത്തത് കാഫിർ. കാഫിർ എന്ന് പറഞ്ഞാൽ സത്യത്തെ മറച്ചു വയ്ക്കുന്നവൻ, അല്ലെങ്കിൽ സത്യനിഷേധി, നന്ദി കെട്ടവൻ എന്നൊക്കെയുള്ള 3 അർത്ഥത്തിലും വരും. സത്യനിഷേധി, പ്രചാരമായ അർത്ഥമാണ് സത്യനിഷേധി. സത്യത്തെ മറച്ചു വയ്ക്കുന്നവനും കാഫിർ തന്നെയാണ്. അതേപോലെ നന്ദി കെട്ടവനും കാഫിർ എന്ന് പറയും. അപ്പോൾ കാഫിറുൻ എന്ന വാക്ക് പഠിച്ചു വയ്ക്കുക. അടുത്ത വാക്ക് മുശ്രിക്കുൻ, ബഹുദൈവ വിശ്വാസി. മുശ്രിക്കുൻ, ബഹുദൈവ വിശ്വാസി. ഒന്നിലധികം ദൈവങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാണ് മുശ്രിക്ക് എന്ന് പറയുന്നത്. മുശ്രിക്കുൻ, ബഹുദൈവ വിശ്വാസി. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളോ ഗുണങ്ങളോടൊപ്പം വേറെ ഒന്നിനെ കൂടി പങ്കു ചേർക്കുന്നവൻ എന്നാണ് ശരിക്കും അതിൻ്റെ പങ്കു ചേർക്കുന്നവൻ എന്നാണ് ഭാഷാർത്ഥം. പങ്കു ചേർക്കുന്നവൻ. അപ്പോൾ ഖുർആൻ മുശ്രിക്ക് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സാങ്കേതിക അർത്ഥം എന്ന നിലയ്ക്കാണ്. അള്ളാഹുവിൻ്റെ ഗുണത്തിലോ വിശേഷണങ്ങളിലോ കഴിവുകളിലോ ഏതെങ്കിലും നിലയ്ക്ക് മറ്റുള്ളവരെ പങ്കു ചേർക്കുന്നവൻ മുശ്രിക്ക്. ബഹുദൈവ വിശ്വാസം എന്ന് നമുക്ക് പറയാം. ഇനി ഒരാളെ കൂടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അത് കപടവിശ്വാസിയാണ്. കപടവിശ്വാസി, മുനാഫിഖ്. മുനാഫിഖുൻ, കപടവിശ്വാസി. അപ്പോൾ മനുഷ്യന്മാരെ കുറിക്കുന്ന 6 പദങ്ങൾ. നല്ല വ്യക്തികളെ കുറിക്കുന്ന 3 പദങ്ങൾ, മോശമായ വ്യക്തികളെ കുറിക്കുന്ന 3 പദങ്ങൾ. നല്ല വ്യക്തികളെ കുറിക്കുന്നത് മുസ്ലിമുൻ, മുഅ്മിനുൻ, സാലിഹുൻ. മോശമായ ആൾക്കാരെ സൂചിപ്പിക്കാൻ കാഫിറുൻ, മുശ്രിക്കുൻ, മുനാഫിഖുൻ. കാഫിറുൻ സത്യനിഷേധി, മുശ്രിക്കുൻ ബഹുദൈവ വിശ്വാസി, മുനാഫിഖുൻ കപട വിശ്വാസി. ഈ 6 പദങ്ങൾ ഖുർആനിൽ 4.25 പേജ് ആവർത്തിച്ച് വരുന്നു. കൂട്ടത്തിൽ ഒരു കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. നബിയൂൻ പറഞ്ഞല്ലോ. എന്താണ്? ഊന വന്നാൽ അല്ലെങ്കിൽ ഈന വന്നാൽ ബഹുവചനമാണ്. അപ്പോൾ മുസ്ലിമൂൻ, മുസ്ലിമീൻ ബഹുവചനം. മുഅ്മിനൂൻ, മുഅ്മിനീൻ ബഹുവചനം. കാഫിറൂൻ, കാഫിരീൻ അതിൻ്റെ ബഹുവചനം. മുശ്രിക്കൂൻ, മുശ്രിക്കീൻ അതിൻ്റെ ബഹുവചനം. മുനാഫിഖൂൻ, മുനാഫിഖീൻ അതിൻ്റെ ബഹുവചനം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 37 പേജ് പഠിച്ചു. ഇപ്പോൾ 4 പേജ് കൂടി പഠിച്ചു. അപ്പോൾ എന്തായി? 2 ജുസ് തീർന്നു. ബാക്കി 28 ജുസേ ഉള്ളൂ. ബില്ലാഹി തൗഫീഖ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.